നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് കാരണക്കാരനായ പ്രതി സുകാന്ത് സുരേഷുമായി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പൊക്കെ നടന്നിരുന്നു. ഇതിനിടെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ പോലീസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സുകാന്ത് പറഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. എന്താണ് ആ കാര്യങ്ങൾ? അതായത് നമുക്കറിയാവുന്നതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 മാസത്തോളം സുകാന്ത് ഒളിവിലായിരുന്നു. അതിനുശേഷം ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ കീഴടങ്ങുന്നു. അപ്പോ ഈ ചോദ്യം ചെയ്യലിനിടെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥർ താമസിച്ചിടത്തും മാത്രമല്ല കൊച്ചിയിൽ ഇയാളുടെ അപ്പാർട്ട്മെന്റിലും ഒക്കെ പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായും പ്രതി പറഞ്ഞിരിക്കുന്നത് ഈ IB ഉദ്യോഗസ്ഥയുമായി തനിക്ക് ഉണ്ടായിരുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്ന് അയാൾ പറയുന്നത്. ഇത് ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ച സമയത്തും ജാമ്യാപേക്ഷയിലും അതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരായിരുന്നു, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ ലിവിങ് ടുഗദർ ആയിരുന്നു. അപ്പോ ഈ മാതാപിതാക്കളാണ്, IB ഉദ്യോഗസ്ഥയുടെ മാതാപിതാക്കളാണ് ഒരു വീട്ടിൽ ഞങ്ങളുടെ ബന്ധത്തിൽ വീഴ്ത്തിയത് എന്ന തരത്തിലൊരു പ്രതികരണം ആ ഒരു ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പൊ വീണ്ടും ചോദ്യം ചെയ്യൽ അയാൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു. ഈ ജീവൻ ഒടുക്കിയ ദിവസവും ഞങ്ങൾക്കിടയിൽ പിണക്കമുണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഒക്കെ സാധാരണമാണ്. പക്ഷെ പിണങ്ങിയാൽ ഞങ്ങൾ വീണ്ടും ഒന്നിക്കും, ആ പിണക്കമൊക്കെ മറന്ന് ഒന്നിച്ച് അത് മുന്നോട്ട് പോകും. ആ രീതിയിലായിരുന്നു. ഈ ജീവൻ ഒടുക്കുന്ന ദിവസവും പിണക്കം ഉണ്ടായി. പക്ഷെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് ആ ഒരു നിലപാടിലാണ് സുകാന്ത് നിൽക്കുന്നത്. പക്ഷെ സുകാന്തിന്റെ ആ ടെലഗ്രാം ചാറ്റിലൊക്കെ സുകാന്ത് ചോദിക്കുന്നത്, നീ എപ്പോൾ മരിക്കും, നീ മരിച്ചാൽ മാത്രമേ എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ, നീ എപ്പോൾ മരിക്കും എന്ന് കണ്ടിന്യൂസ്ലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി മറ്റൊരു മറുപടി നൽകുന്നുണ്ട്, ഞാൻ ഓഗസ്റ്റ് 9 ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ മെസ്സേജ് വന്ന സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള ഒരു പൊള്ളയായ ഒരു മൊഴിയാണ് പോലീസിന് പോലും നൽകിയിരിക്കുന്നത് സുകാന്ത് ഒരു പഠിച്ച കള്ളനാണെന്നുള്ളത് നമുക്കറിയാം. കാരണം 2 മാസത്തോളം പോലീസിനെയും IBയെയും ഒക്കെ വട്ടം ചുറ്റിച്ചൊരു പ്രതിയാണ്. കാരണം ഇയാൾ ഈ കൊച്ചിയിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞിട്ട് പോലും ഇയാൾക്ക് വേണ്ടി ഈ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലടക്കം തെരച്ചിൽ നടത്തിയിട്ട് പോലും ഈ പ്രതിയെ നമുക്ക് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി, എന്നിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒളിവിലിരുന്ന മാതാപിതാക്കൾ പോലീസിന് മുന്നിൽ എത്തി മൊഴി നൽകി, മകൻ എവിടെയാണെന്ന് അറിയില്ല. ഇത്തരത്തിലൊരു പ്രശ്നം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പോലും അവർക്കറിയില്ല. അത്തരത്തിലൊക്കെ പറയുന്നു. അവസാനം ഇപ്പൊ 2ാം പ്രതിയാണ് അമ്മാവനാണ് ഇത്തരത്തിൽ ഒളിവിൽ കഴിയുന്നതിനും പിന്നെ ചെലവിന് പൈസ കൊടുക്കുകയും കൂടാതെ ഇവർ തമ്മിൽ രണ്ടുപേരുമായിട്ട് ഒരുമിച്ച് യാത്രകളൊക്കെ നടത്തിയിരുന്നു. കൂടാതെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിരുന്നു. അതായത് ഈ ഒളിവ് സമയത്തൊക്കെ താൻ ഒരുപാട് ക്ഷേത്രങ്ങളിലായിരുന്നു എന്നും അവിടുത്തെ ഭക്ഷണം കഴിച്ചുവെന്നും പല ക്ഷേത്രങ്ങളിൽ പോയി അവിടെയൊക്കെ താൻ ഒളിവിലായിരുന്നു എന്നാണ് സുകാന്ത് പറഞ്ഞത്. കൂടാതെ ബന്ധുക്കളെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവിടെ ഉള്ളവരുടെ മൊബൈൽ ഫോൺ തന്നെ വാങ്ങി ഇയാൾ കോൾ ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിവിദഗ്ധം. കൂടാതെ ട്രെയിനിൽ പോലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ ഒരു പരിധി വരെ അമ്മാവന്റെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് അമ്മാവൻ പ്രതി ആയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തനിക്കറിയില്ല എന്തിനാണ് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതെന്ന് സുകാന്തിന്റെ വാക്ക്. തീർച്ചയായിട്ടും ഇത്രയും ടെലഗ്രാം ചാറ്റ്, ഇവര് രണ്ടുപേരും ടെലഗ്രാം ചാറ്റ് വലിയ തെളിവായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ സുകാന്തിന്റെ ഈ ഒരു വാദത്തിന് ഒരു അടിസ്ഥാനം ഇല്ലാതെ പോവുകയാണ്. അതായത് നീ എപ്പോ ചാകും, നീ ചത്തിട്ട് വേണം എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ, ആ രീതിയിലുള്ള സുകാന്തിന്റെ അവര് ചാറ്റ് തന്നെ തെളിവായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിൽ എനിക്കറിയില്ല, അപ്പൊ പിന്നെ സുകാന്തിന് യാതൊരു പങ്കും ഇല്ല എന്ന രീതിയിൽ ഒരു പ്രതികരണം. അത് മാത്രമല്ല, അവസാനം പെൺകുട്ടി സുകാന്തിനോടാണ് ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. 8 സെക്കൻഡോളം അല്ലെ സംസാരിച്ചത് സുകാന്തിനോടാണ്. അപ്പൊ ഇതൊക്കെ തെളിവായിട്ട് നിൽക്കവേ പിന്നെ ഗർഭചിത്രം മാത്രമല്ല മറ്റ് പല ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശക്തമായിട്ട് സുകാന്തിനെതിരെ നിൽക്കവേ എന്തിനാ അവൾ ആത്മഹത്യ ചെയ്തു എന്ന് തനിക്ക് അറിയില്ല എന്ന് സുകാന്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അടിത്തറയില്ലാത്ത ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രതികരണം, അത് ഒരു കഴമ്പില്ലാത്ത ഒരു മൊഴിയാണ് സുകാന്തിന്റേത്. ഈ സുകാന്തിന് 2-ലധികം യുവതികളുമായി ബന്ധമുണ്ടെന്ന് FIRൽ അടക്കം ഉണ്ടായിരുന്നു, റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പല ബന്ധങ്ങളും സൂക്ഷിച്ചിരുന്ന ഈ സുകാന്തിന് ഈ ഒരു യുവതി എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്നതിന് ഉത്തരം അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ വാ തുറന്നു കഴിഞ്ഞാൽ കള്ളത്തരം മാത്രമേ പറയുന്നുള്ളൂ. ഒരു സത്യസന്ധമായ ഒരു മറുപടിയും ഈ സുകാന്തിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ പെൺകുട്ടിയെ എല്ലാ തരത്തിലും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്തു, ഗർഭചിത്രത്തിന് വിധേയയാക്കി, വിവാഹ വാഗ്ദാനം നൽകിയിട്ട് അതിൽ നിന്നും വഞ്ചിച്ചു, ആ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയായിരുന്ന പെൺകുട്ടിയെ ഇല്ലാതാക്കി. എന്നിട്ട് പോലും തനിക്ക് അറിയില്ല ആ യുവതി എന്തിനാണ് സൂയിസൈഡ് ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്.
ഈ പെൺകുട്ടിയുടെ 6 മാസത്തോളമുള്ള ശമ്പളം ആ സാലറി വീഴുന്ന ആ ടൈമിൽ തന്നെ ഇയാൾ കൈക്കലാക്കിയിരുന്നു. പിന്നെ ഒരു ചെലവുകൾക്ക് മാത്രമായിട്ട് 10,000 15,000 രൂപയൊക്കെ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് നൽകിയിരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ആ പെൺകുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം ആ പെൺകുട്ടി എന്തുകൊണ്ട് മരണം തിരഞ്ഞെടുത്തു എന്ന് തനിക്കറിയില്ല, താൻ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിയാനാണ് ഈ സുഗാന്ത് ശ്രമിക്കുന്നത്. ഇതിനിടയ്ക്ക് പറഞ്ഞത് ആ പെൺകുട്ടിയുമായി ജീവിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് തടസ്സം സൃഷ്ടിക്കുന്നത്, അത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ഈ ഒരു പ്രതി എന്നുള്ളതാണ്. എന്നിട്ട് പോലും ആ ഒരു എന്താണ് ഈ കേസിൽ ഈ പെൺകുട്ടി ജീവൻ എടുക്കാനുള്ള കാരണം എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഉയരുകയാണ്. സുഗാന്ത് എന്തിന് ഈ ഒരു പെൺകുട്ടിയെ മരണത്തിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. യഥാർത്ഥ സ്നേഹമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ വിവാഹം കഴിക്കേണ്ടതാണ്. ഇയാൾ IAS നേടിയിട്ട് മതി ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടി പോവുകയായിരുന്നു അല്ലെ. അതെ, മാത്രമല്ല ഈ തെളിവ്, ഈ ഒരൊറ്റ തെളിവ് മതി സുഗാന്തിനെതിരെയുള്ള, സുഗാന്ത് ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റം സുഗാന്തിന് മേൽ വരാൻ ഈ ഒരൊറ്റ തെളിവ് മതി. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് മകൾക്ക് നീതി കിട്ടണം എന്ന അവരുടെ ഒരു ആവശ്യം, അവരെയും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ആവശ്യം നടപ്പിലാകുമോ, അല്ലെങ്കിൽ അത് നടക്കുമോ? ഇനി അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. എന്തായാലും പ്രതിയെ കണ്ടുപിടിച്ചത് തന്നെ വലിയ ആശ്വാസം. കാരണം 2 മാസത്തോളം ഒളിവിലായിരുന്ന പ്രതിയെ കണ്ടെത്തുക എന്നത് IBയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ പ്രതിയെ കണ്ടെത്താനായി തന്നെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും അന്വേഷണം ഈ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇപ്പോ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോ നീതി കിട്ടുക എന്നൊരു ഘടകമുണ്ട്, അത് നടപ്പിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ സുഗാന്തിന്റെ ലൈംഗിക ശേഷി പരിശോധന അത് നടത്തുന്നുണ്ട്. ഇയാള് മറ്റു 2 പെൺകുട്ടികളെ കൂടെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നാണ് തെളിവുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധന നടത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾ പറയുന്നത് ഇയാൾ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല, ഇവരെ അറിഞ്ഞുകൊണ്ടുള്ള ഇവര് 2 പേരുടെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമാണ് നടന്നത് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ മറ്റു പല പെൺകുട്ടികളെയും ഇയാള് പീഡനത്തിന് ഇരയാക്കിയിരുന്നു. അത്തരത്തിൽ പരാതികളൊക്കെ ഉയരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തുമായും ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. ആ പെൺകുട്ടി പോലും അവസാനം മാനസിക ആരോഗ്യ വിദഗ്ധന്റെ ചികിത്സ തേടുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയും പറയുന്നത് തന്നെ ഇയാൾ ചതിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ അത്തരത്തിൽ പെൺകുട്ടികളെ എല്ലാ തരത്തിലും ചതിച്ചുകൊണ്ട് തുടർ ബന്ധങ്ങൾ തേടിപ്പോകുന്ന ഒരു മാനസിക വൈകല്യം ഇയാൾക്കുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല ഈ സുഗാന്ത് ആദ്യം ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയപ്പോ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു, എനിക്കാണ് ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടത് എന്ന രീതിയിലുള്ള ഒരു വാദമാണ് സുഗാന്ത് മുന്നോട്ട് വെച്ചത്. അപ്പൊ കോടതി ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്കൊപ്പം താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി എങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ അവരെങ്ങനെ മരണത്തിലേക്ക് പോയി, അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ബന്ധമായിരുന്നു എന്ന് സുഗാന്ത് വാദിക്കുമ്പോഴും സുഗാന്ത് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ശരി, അങ്ങനെ പരസ്പരം നിങ്ങൾ ബന്ധത്തിലായിരുന്നു, നിങ്ങൾ പരസ്പര സ്നേഹത്തിലായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു? ഈ ചോദ്യത്തിന് സുഗാന്ത് തന്നെയാണ് മറുപടി നൽകേണ്ടത്. അപ്പോ മാത്രമല്ല ഈ മരണത്തിന് തൊട്ട് മുന്നേ എന്താണ് ആ പെൺകുട്ടിയോട് സംസാരിച്ചത്, മരിക്കുന്നത് തന്നെയാണോ പറഞ്ഞത്, ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ ചാറ്റിലൊക്കെ ഇത്രയും ക്രൂരമായിട്ട് ആ പെൺകുട്ടിയോട് നീ പോയി ചാക, നീ മരിക്കണമെന്ന് പറഞ്ഞൊരു വ്യക്തി തീർച്ചയായിട്ടും അവസാന കോളിലും ഇങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കണം സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിന് അന്വേഷണത്തിലും കൂടുതൽ ചോദ്യം ചെയ്യലും അതൊക്കെ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കറിയാം പേട്ട പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചപ്പോൾ പോലും തെളിവെടുപ്പ് നടത്തുന്നതിനിടയ്ക്ക് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളൊക്കെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. നിനക്ക് പോയി ചത്തുകൂടെ എന്നൊക്കെയാണ് ഈ ബന്ധുക്കളടക്കം ചോദിച്ചത്. കാരണം അത്രത്തോളം ആ കുടുംബത്തെ ഈ ഒരു പെൺകുട്ടിയുടെ വേർപാട് വേട്ടയാടുന്നുണ്ട് എന്നാണ്. എന്നിട്ട് പോലും മരിച്ചിട്ട് പോലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നില്ല. ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പോലും ഈ ഒരു IB ഉദ്യോഗസ്ഥനായിരുന്ന പ്രതിയാണ്. എന്നിട്ട് പോലും ലെവലേഷൻ കൂസലോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ ഒന്നും പ്രതി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല മാക്സിമം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുന്നുണ്ട്. അതായത് അതുകൊണ്ടാണല്ലോ എനിക്കൊന്നും എനിക്കറിയില്ല എന്തിനു മരിച്ചു എന്ന രീതിക്ക് പറയുന്നത്. ഈ പ്രതിക്ക് വമ്പന്മാരുടെ ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. കാരണം 2 മാസമാണ് IBയും പോലീസും ഒക്കെ ഇയാൾക്ക് വേണ്ടി വല വീഴ്ചത്, ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഇയാളെ ഒരു പോലീസിന് പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല, ഇയാൾ എവിടെയാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ വളരെയധികം നമ്മുടെ അന്വേഷണ സംഘത്തെ പോലും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇയാളെ എല്ലാ തരത്തിലും രക്ഷപ്പെടുത്താൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കൂടാതെ ഈ ആശുപത്രിയിൽ ഈ ഒരു ഗർഭചിത്രം നടത്താനായി മറ്റൊരു യുവതിയുടെ സഹായം ഉണ്ടായിരുന്നു. ഈ യുവതി എവിടെ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഇതിലെ പ്രതികളൊക്കെ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ
സുഗാന്ത് യുവതിയെ തന്റെ താമസ സ്ഥലത്ത് എത്തിച്ചിരുന്നു എന്നൊരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിലൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. എന്തായാലും സാമ്പത്തികമായും ലൈംഗികമായിട്ടും ഒക്കെ ഈ പെൺകുട്ടിയെ ഇയാൾ ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്റെ അപ്പാർട്ട്മെന്റിൽ, കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി ഈ സുഗാന്തിന്റെ വീട്ടില് പോലീസ് റെയ്ഡ് നടത്തുന്നു. അതായത് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ സുഗാന്തും മാതാപിതാക്കളും അടക്കം ഒളിവിൽ പോയല്ലോ. അപ്പോ ഈ പൂട്ടിക്കിടക്കുന്ന വീട്ടില് പോലീസ് റെയ്ഡ് നടത്തി നിർണായകമായ ചില രേഖകൾ എടുത്ത് കുറച്ച് രേഖകളൊക്കെ ആ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോ അത്തരത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് കേസ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി എന്താണ് ഈ കേസിൽ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായ ആ ഒരു കാര്യം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്.